പീരുമേട് തോട്ടാപ്പുറയിലെ ആദിവാസി സ്ത്രീ സീതയുടെ മരണം കാട്ടാന ആക്രമണം തന്നെയെന്ന് പോലീസ് കണ്ടെത്തൽ. സീതയുടെ ഭർത്താവ് ബിനുവിന്റെയും മക്കളുടെയും മൊഴികളിൽ പറയുന്നത് പോലെ സീതയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതാണെന്ന് അന്വേഷണ സംഘം ജില്ലാ പോലീസ് മേധാവി ടി വിഷ്ണു പ്രദീപിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ആനയുടെ അക്രമത്തിൽ പരിക്കേറ്റ സീതയെ എടുത്തുകൊണ്ടുവരുമ്പോൾ താങ്ങിപ്പിടിച്ചതാണ് കഴുത്തിലെ പരിക്കുകൾക്ക് കാരണമെന്നാണ് പോലീസ് നിഗമനം. ജൂൺ 13-നാണ് പീരുമേട് വനത്തിനുള്ളിൽ സീത കൊല്ലപ്പെട്ടത്. സീതയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ഉണ്ടായതല്ലെന്നായിരുന്നു ഫോറൻസിക് സർജന്റെ നിഗമനം. ഇതേ തുടർന്ന് ഇവരുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ സംശയനിഴലിലായി. എന്നാൽ സീതയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഴുത്തിനുണ്ടായ പരിക്കുകൾ വനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ താങ്ങി പിടിച്ചത് മൂലമുണ്ടായതാകാം. വാരിയലുകൾ ഒടിഞ്ഞത് കാട്ടാന ആക്രമണത്തിലും തോളിലിട്ട് ചുമന്നുകൊണ്ട് വരുമ്പോഴും ഉണ്ടായതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ഡോക്ടറുടെയും സീതയുടെ ഭർത്താവ് ബിനുവിന്റെയും മക്കളുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. സ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തി. ഇതേ തുടർന്നാണ് കാട്ടാന ആക്രമണമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. റിപ്പോർട്ട് 2 ആഴ്ചക്കകം പോലീസ് പീരുമേട് കോടതി സമർപ്പിക്കും. സീതയുടെ മരണം കൊലപാതകമാണെന്ന കോട്ടയം ഡിഎഫ്ഒയുടെ പ്രതികരണം വലിയ വിവാദമായിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.